ഹേയ് ഹായ് മമ്മി. ഹായ് ആകാശ്. എന്താ ഡാൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തോ? അല്ല മമ്മി, ശിവാനിയുടെ കയ്യിൽ ഒരു ബുക്ക് കൊടുത്തിരുന്നു, അത് വാങ്ങാൻ വന്നതാ. അപ്പോഴേക്കും എന്നെ അന്വേഷിച്ച് മ്യൂസിക് ക്ലാസ്സിൽ പോയി. അങ്ങനെയാണോ? ശരി വാ, ഞാൻ നിന്നെ മ്യൂസിക് ക്ലാസ്സിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ശിവാനെ ഞാൻ അവിടുന്ന് പിക്ക് ചെയ്തോളാം. ശിവാനി അവിടെ ഇല്ല മമ്മി. എന്നെ പിക്കാൻ അച്ഛൻ അവിടെ വന്നപ്പോ അവൾ അച്ഛൻ്റെ ഒപ്പം പോയി. അവൾ എന്നോട് അമ്മയുടെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെയാണോ? ഞാൻ പക്ഷെ തിരിച്ചെത്താൻ ലേറ്റ് ആവുമല്ലോ, ഒരുപാട് ഷോപ്പിംഗ് ഉണ്ട്. സാരമില്ല മമ്മി, ഞാൻ വെയിറ്റ് ചെയ്തോളാം. ശരി വാ. ഐ ഗോട്ട് ഇറ്റ്. ഇതൊക്കെ ഞങ്ങളുടെ പ്ലാനാ. എന്താ? എനിക്ക് അച്ഛന്റെ കൂടെ ഇരിക്കാനാ ആഗ്രഹം, ആകാശിന് അമ്മയുടെ കൂടെ ഇരിക്കാനാ ആഗ്രഹം. ഞങ്ങളുടെ രണ്ടുപേരുടെ സ്വപ്നം റിയലായി. അച്ഛാ, അച്ഛനെന്ന് പറഞ്ഞില്ലേ എന്നെ പോലൊരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരിക്കുമെന്ന്? അത് വെറുതെ പറഞ്ഞതല്ലേ? ഇല്ല മോളെ, സത്യമാ. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ധൈര്യം ഉണ്ടായിരിക്കണം. അടിയും വാങ്ങിച്ച് കരഞ്ഞിട്ട് വരരുത്, തിരിച്ചടിക്കണം. അതാണ് എനിക്കിഷ്ടം. അമ്മേ, ആകാശിന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. ഞാൻ കണ്ടു. അപ്പ എന്താ വിളിക്കാത്തേ? ആൾ എവിടെ കിടന്ന് ഉറങ്ങുമല്ലേ? അമ്മ അകത്തേക്ക് വിളിക്കില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അച്ഛാ, പോകാം. അയ്യോ, ആകാശ് പോയോ? ഈ ചോക്ലേറ്റ്സ് കൊടുക്കാൻ മാറുന്നല്ലോ. നീ പോയി കൊടുത്തിട്ട് വാ. അങ്ങനെയാണെങ്കിൽ അച്ഛൻ അകത്തോട്ട് വിളിക്കട്ടെ? ഓക്കെ. ആകാശ്, ഇന്നാ അമ്മ നിനക്ക് ചോക്ലേറ്റ് തന്നു. താങ്ക് യു. അച്ഛാ, അമ്മ അച്ഛനെ വിളിച്ചു, അകത്തേക്ക് വാ. ഇന്ന് വേണ്ട, ഇനി ഒരിക്കലാവട്ടെ. ഓക്കെ, ശരി അച്ഛാ. ബൈ. ബൈ. എന്താ വൈറ്റ് ചോക്ലേറ്റ്സ്. നിനക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇഷ്ടമാണ്? എനിക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇഷ്ടമാണെന്ന് അമ്മയ്ക്ക് അറിയാം, അച്ഛനറിയാത്തെ. അത് ശിവാനി പറഞ്ഞു കൊടുത്തിട്ടാ. ശിവാനി മിടുക്ക് കുട്ടിയാ. പക്ഷെ അവളുടെ അമ്മയുണ്ടല്ലോ, എന്നോടൊന്ന് അകത്തേക്ക് വരാൻ ക്ഷണിക്കാലോ. അഹങ്കാരി. അങ്ങനെയൊന്നല്ല അച്ഛാ, അമ്മ നല്ല അമ്മയാ. എന്നെ അമ്മയ്ക്ക് വലിയ ഇഷ്ടാ. നിന്നെ ആർക്കാടാ ഇഷ്ടാവാത്തത്? നീ ഡീസന്റ്, നിനക്ക് മാനേഴ്സ് എല്ലാം നന്നായിട്ട് അറിയാം. എനിക്ക് അമ്മയെ വലിയ ഇഷ്ടാ. എന്നെ ഒഴികെ ബാക്കി എല്ലാവരും നിനക്ക് ഇഷ്ടാ. അമ്മ എന്തൊരു സോഫ്റ്റ് നേച്ചറാ, കെയറിങ്, ലവിങ്. ശിവാനിയുടെ അമ്മ റിയലി സ്വീറ്റ് അച്ഛാ. അച്ഛാ, എൻ്റെ അമ്മയും ഇങ്ങനെയായിരുന്നു അച്ഛാ. ഇന്ന് ശിവാനിയുടെ അമ്മ അച്ഛനെ കുറിച്ച് കുറെ പറഞ്ഞു. എന്താ പറഞ്ഞിട്ടുണ്ടാവോ? ഞാനൊരു റാസ്കൽ, വഴക്കാളി, ദേഷ്യക്കാരൻ, അതൊക്കെയല്ലേ പറഞ്ഞിട്ടുണ്ടാവോ? അങ്ങനെയൊന്നും അല്ല അച്ഛാ. അതൊക്കെയാണടാ, എനിക്കറിയാം. ആരെങ്കിലും ഇഷ്ടത്തോടെ ചോക്ലേറ്റ് തന്നാ അത് കഴിക്കണം, അല്ലാതെ വേസ്റ്റ് ആക്കരുത്. ഞാൻ വേസ്റ്റ് ചെയ്തില്ലല്ലോ, ഫ്രിഡ്ജിലല്ലേ വെച്ചേ. കിട്ടിയ അപ്പ തന്നെ കഴിക്കണം, അല്ലാതെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കേ. എക്സാം കഴിഞ്ഞ് സ്കൂളിൽ അടച്ചു, ഇപ്പോഴും നീ സ്കൂൾ ബുക്ക് എടുത്ത് വെച്ചോണ്ടിരിക്കുക. ഇത് സ്കൂൾ ബുക്കല്ല, ചിക്കൻ സൂപ്പ്. പാചക ബുക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, മുരുകൻ ഉണ്ടാക്കി തരില്ലേ നിനക്ക്? ഇത് പാചക ബുക്കല്ല, സ്റ്റോറി ബുക്കാ. ഇൻസ്പിറേഷണൽ സ്റ്റോറീസ്, കപ്പേള ബൈ ജാക്ക് ഫീൽഡ് ആൻഡ് മാർക്ക് ഹാൻസൺ. ഓ, ആ ബുക്കാണല്ലേ. വായിച്ചു 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 വായിച്ചു. എങ്ങനെയുണ്ട്? ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസാ. ഏയ്, ഞാൻ ചോക്ലേറ്റിനെ പറ്റി ചോദിച്ചു. അമ്മ തന്നതല്ലേ, നല്ലതായിരിക്കും. നമ്മള് കാറിൽ വന്നപ്പോ അവരെന്നെ പറ്റി എന്തോ പറഞ്ഞു പറഞ്ഞു. അതെ, അമ്മ എന്തു പറഞ്ഞു? ഏയ്, നിന്നോടല്ലടാ അവര് പറഞ്ഞത്, എന്നിട്ട് എന്നോടാണോ ചോദിക്കുന്നത്? എന്തോ പറഞ്ഞായിരുന്നു, സോറി, മറന്നുപോയി.
ഓക്കെ. ഓർമ്മ വരുമ്പോ പറയണം. ആകാശ്, ആകാശ്, അപ്പോഴത്തേക്ക് ഉറങ്ങിയോ നീ? മണി 10 ഏയ് 9:55 ആയിട്ടുള്ളൂ. ഓർമ്മ വന്നോ നിനക്ക്? എന്ത്? ശിവാനിയുടെ അമ്മ എന്നെ പറ്റി എന്ത് പറഞ്ഞു പറഞ്ഞില്ലേ? എനിക്കൊന്നും ഓർമ്മയില്ല. നല്ല ഉറക്കം വരുന്നു. പോയി കിടക്കച്ചാ. നീ വല്ല ചിക്കൻ സൂപ്പിന്റെ മട്ടൺ സൂപ്പിന്റെ ഒക്കെ റെസിപ്പി ഓർമ്മയിൽ വെച്ചോ. സ്വന്തം അച്ഛനെ പറ്റി ആരെങ്കിലും നല്ലത് പറഞ്ഞാൽ അത് മാത്രം മറന്നുപോകും. ഗുഡ് നൈറ്റ്. ശിവാനി, പാവന്റെ അച്ഛൻ. അച്ഛൻ ഉറക്കില്ലാതെ രാത്രി മുഴുവനും അച്ഛൻ ഉറങ്ങാതെ എന്നെ ഉറക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരുന്നു. ഇവരെ കല്യാണം കഴിപ്പിക്കുന്ന കാര്യം നമുക്ക് വിട്ടാലോ? ആദ്യം അമ്മേനെ അച്ഛനെ മീറ്റ് ചെയ്യിപ്പിക്കണം. എങ്ങനെ? അതല്ലേ എന്റെ ബർത്ത്ഡേ വരുന്നത്. എന്താടി ഉറക്കത്തിന്ന് എഴുന്നേറ്റ് നേരെ ഇവിടെ വന്ന് കുത്തിയിരിക്കുന്ന? എനിക്കറിയാം, നിന്റെ ബർത്ത്ഡേക്ക് ഡ്രസ്സ് വാങ്ങണം, അതല്ലേ കാര്യം. എനിക്ക് ബർത്ത്ഡേയും വേണ്ട, ഡ്രസ്സും വേണ്ട. അതെന്താടി? പിന്നെ നമ്മൾ രണ്ടുപേരും മാത്രം ഷോപ്പിങ്ങിന് പോയി, രണ്ടുപേരും മാത്രം കേക്ക് വാങ്ങി, രണ്ടുപേരും മാത്രം സെലിബ്രേറ്റ് ചെയ്ത് ഇതിലെന്ത് ഹാപ്പിനെസ്സാ ഉള്ളേ? വെറും ബോറ്. ശരി, എന്തിനാ ഇങ്ങനെ ചുറ്റി വളഞ്ഞൊക്കെ പറയുന്നത്? നിനക്ക് ആകാശിനെ അവന്റെ അച്ഛനെയും വിളിച്ചു വരുത്തണം, അതല്ലേ കാര്യം. വിളിച്ചാലോ? വിളിച്ചാ സൂപ്പർ ആയിരിക്കും. എന്നാ വിളിച്ചോ. ഞാൻ വിളിച്ചൊന്നും വരില്ല, അമ്മ തന്നെ പോയി വിളിക്കണം. ഓക്കെ. താങ്ക് യു മമ്മി. അല്ല ആകാശ്, ഇതുവരെ നീ ബർത്ത്ഡേ പാർട്ടിക്ക് പോയില്ലേ? എവിടെ? റെഡി ആവാന്ന് പറഞ്ഞ അകത്ത് കയറിയതോ. 2 മണിക്കൂറായി, ഇറങ്ങിയില്ല. ഒരു ഷർട്ട് വിട്ട് ഒരു മുണ്ട് കൊടുക്കാൻ ഇത്രയും നേരം വേണോ? ഭാസ്കർ, എന്താടാ നിന്റെ അച്ഛൻ ഉറങ്ങിപ്പോയോ? ഭാസ്കർ, വരുന്നു. ഉറങ്ങിയിട്ടില്ല അവൻ. ഹാവ് എ നൈസ് പാർട്ടി. ഭാസ്കർ വരും സ്റ്റൈല് കാണടാ, കോട്ടും സൂട്ടും ഇട്ട പുതിയ സ്റ്റൈലിടാ. അയ്യേ, അച്ഛനിത് എന്തു പറ്റി? എന്താ നന്നായിട്ടില്ലടാ? അവിടെ എന്താ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആണോ നടക്കാൻ പോന്നെ? ബർത്ത്ഡേ പാർട്ടി ആകുമ്പോ ഒരു ഗുമ്മക്ക് വേണ്ടടാ. ബർത്ത്ഡേ പാർട്ടിയിലാകെ 4 പേരുള്ളൂ. അച്ഛൻ, ഞാൻ, അമ്മ, ശിവാനി. പാർട്ടി പാർട്ടി തന്നെയല്ലേ? ശരി വാ. വെയിറ്റ്. ഇതെങ്ങനെ? നോക്ക് നോക്ക്, വേണ്ടല്ലേ? നോക്കി കാണ്, ഭാസ്കറുടെ ഈ സ്റ്റൈൽ കാണ്. വെയിറ്റ്, ഇത് ബെസ്റ്റ്. നോക്ക് നോക്ക്, നോക്കി കാണ്. ഡ്രസ് തന്നെ ഓവറാ, അതിന്റെ കൂടെ ഗ്ലാസും ഒരു പോക്കറ്റ് വെച്ചേ. ഇതിവിടെ ഇരിക്കുന്നല്ലേ? നല്ല ബോറായിരിക്കും വെച്ചാ. നിന്റെ സൽമാൻ ഖാൻ വെച്ച ടോപ്പ് ഞാൻ വെച്ച ചീപ്പല്ലേ? കണ്ണാടി പുറകെ വെച്ച സൽമാൻ ഖാനാവോ? ഒന്നുമില്ല. മമ്മി, ആകാശും അച്ഛനും വന്നിട്ടുണ്ട്. പോയി വിളിച്ചോണ്ട് വാ. അമ്മ പോയി വിളിക്കമ്മേ. ഞാനോ? ഞാനൊന്നും പോയില്ല, നീ വിളിക്ക്. പോയി വിളിക്കമ്മേ. ഞാനൊന്നും വിളിച്ച അവര് വരില്ല. പോയി വിളിക്കമ്മേ. ഹായ് മമ്മി. ഹായ് ആകാശ്, കം. അച്ഛനും വന്നിട്ടുണ്ട്. പോയി വിളിക്കമ്മേ. എക്സ്ക്യൂസ് മീ.
അച്ഛാ, അമ്മ വിളിക്കുന്നുണ്ട്. ഹായ്, അകത്തേക്ക് വരൂ. താങ്ക് യു. മമ്മി, അച്ഛൻ ഈ ഡ്രസ്സിൽ സൂപ്പർ ആയിട്ടുണ്ടല്ലേ? ലെറ്റ്സ് ഗോ ഇൻ. അച്ഛാ, ഇനി അച്ഛൻ ഇതേപോലത്തെ ഡ്രസ് ഇട്ടാ മതി. മുണ്ടും ഷർട്ടും ഒക്കെ ബോറാ. ഓക്കെ, ബ്യൂട്ടിഫുൾ. ഹാപ്പി ബർത്ത്ഡേ ശിവാനി. താങ്ക് യു. മെനി മെനി ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു ചാ. അവിടേക്ക് ഇരിക്കൂ. അച്ഛാ, Yeah. ഞങ്ങളുടെ വീട് എങ്ങനെയുണ്ട്? വളരെ ഭംഗിയായിട്ടുണ്ട്. അമ്മ വീട് നന്നായി നോക്കുന്നുണ്ട്. ശിവാനി, അകത്തോട്ട് വാ. നിങ്ങൾ ഇരിക്ക്. ശിവാനി, വരുന്നമ്മേ. അച്ഛോ, നോക്ക് നോക്ക് നോക്കി കാണ് ഭാസ്കറുടെ ഈ സ്റ്റൈൽ കാണ്. കൊണ്ടുപോയി കൊടുക്ക. അമ്മ തന്നെ പോയി കൊടുക്ക്. എന്തിന്? അയാൾ എന്താ എന്നെ പെണ്ണ് കാണാൻ വന്നിരിക്കാണോ? കൊടുത്തേ. പോയി കൊടുക്കമ്മേ. ഞാൻ പോകുന്നില്ല. പോയി കൊടുക്കാനല്ലേ പറഞ്ഞേ? അച്ഛാ, ഡ്രസ് എങ്ങനെയുണ്ട്? ഈ ബ്ലാക്ക് ഡ്രസ് വളരെ നന്നായിട്ടുണ്ട്. അയ്യോ അച്ഛാ, ഞാൻ എന്റെ ഡ്രസ്സിനെ പറ്റിയാ ചോദിച്ചേ. സൂപ്പർ ആയിട്ടുണ്ട്. അമ്മേ, അച്ഛൻ വരുമ്പോ ഏത് ഡ്രസ്സാ നന്നാവാന്ന് മാറ്റി മാറ്റി ഇട്ട് കാണിച്ചില്ലേ? ഇപ്പൊ ഇത് തന്നെ നന്നായിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞില്ലേ? അയ്യോ, നാളെ കെട്ടി. അല്ലടാ, ജ്യൂസ് നന്നായിട്ടുണ്ട്. അമ്മ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? അച്ഛാ, പാക്കറ്റ് ജ്യൂസാ. പാക്കറ്റ് ജ്യൂസ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് വാങ്ങാനൊരു കഴിവൊക്കെ വേണ്ടേ? ആകാശ്, ശിവാനി, വരൂ, കേക്ക് കിട്ടിയോ? യാ. Happy birthday to you. Happy birthday to you. Happy birthday. ശിവാനി. Birthday to- ഏയ്, നീ വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഇത് പാരാ? ഞാൻ പോയി നോക്കാം. Hi, Anu. How are you? ആരത്? Sorry, I'm Sanjay. അനുവിൻ്റെ ഹസ്ബൻഡാണ്. ശിവാനി എൻ്റെ മോളാ. ശിവാനിയെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഹാപ്പി ബർത്ത്ഡേ ശിവാനി. അന്ന് തന്നെ ഗ്യാങ്സ്റ്റർ ഷൂട്ട് ചെയ്തപ്പോൾ ജീവൻ തിരിച്ചിട്ടെന്ന് വിചാരിച്ചതല്ല. എൻ്റെ ജീവൻ രക്ഷപ്പെട്ടതിലല്ല, നിന്നെ മോളെ എനിക്ക് തിരിച്ചു കിട്ടിയതാ എൻ്റെ റീബർത്ത്. എൻ്റെ അച്ഛനമ്മയും പോലും നിന്നെ കണ്ടെത്താനാവില്ലെന്നാണ് പറഞ്ഞത്. TV ന്യൂസിൽ നിന്നെ കണ്ടതിന് ശേഷം ആ ജീവൻ തിരിച്ചു കിട്ടിയതാ. ഐ ആം സോ ഹാപ്പി നൗ. നീ ആഗ്രഹിച്ചതുപോലെ ആസ് സൂൺ ആസ് പോസിബിൾ നമുക്ക് ലീഗലായിട്ട് മാരേജ് ചെയ്യാം.